ഹലോ. ഞങ്ങളിപ്പോൾ പോണതേ ആവണങ്ങാട്ട് അമ്പലത്തിലേക്കാണ് കേട്ടോ. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അമ്മായിയുടെ മോളും എൻ്റെ മൂത്ത ചേച്ചിയും പിന്നെ മനുവേട്ടനാണുള്ളത്. ഞാൻ രണ്ടാമത്തെ തവണയാണ് കേട്ടോ ആവണങ്ങാട് അമ്പലത്തിൽ പോണത്. ആദ്യത്തെ തവണ പോയിട്ട് ഞങ്ങൾക്ക് ഉള്ളിൽ കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയ ടൈം നമ്മുടെ കൊറോണയുടെ ഒക്കെ ഒരു ടൈമില്ലേ, ആ ടൈമിലായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അകത്തേക്കൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. പുറത്ത് ജസ്റ്റ് തൊഴുതിട്ട് വരിക ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അന്ന് ശരിക്കും തൊഴാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പം ഞാൻ മനുവേട്ടനോട് ഇടയ്ക്ക് പറയും നമുക്ക് പോകണം എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ ആന്ന് പറഞ്ഞു ഓക്കെ പറയും, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഇവിടേക്ക് പോകാനുള്ള മെയിൻ കാരണം എൻ്റെ അമ്മായിയുടെ മോളാണ്. അവൾ ഇതുപോലെ കുറച്ച് ദിവസം മുന്നേ പെരിങ്ങോട്ടുകരയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ആ അമ്പലത്തേക്ക് പോകണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മനുവേട്ടനോട് പറഞ്ഞത് ആവണങ്ങാട്ടേക്ക് പോകണമെന്നാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം മനുവേട്ടൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പറഞ്ഞ് നമുക്ക് പോവാം, കാരണം മനുവേട്ടൻ്റെ ഫ്രണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ വൈഫ് ഹൗസ് വാടാനപ്പള്ളി സൈഡിലുണ്ട്. അപ്പോൾ അവർക്കും വലിയ ദൂരം വരുന്നില്ല, അപ്പോൾ അവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനുവേട്ടൻ അപ്പോൾ പറഞ്ഞത് നമുക്ക് ആദ്യം അമ്പലത്തിലൊക്കെ പോയിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാം, എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇവരുടെ വീട്ടിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വൈകിട്ട് ബീച്ചിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും കൂടി ഇൻട്രസ്റ്റ് കൂടി, കാരണം ബീച്ചിൽ പോകാമല്ലോ, അങ്ങനത്തെ ഒരു ചിന്തയായി. അങ്ങനെ നമ്മൾ ആവണങ്ങാട് എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഞായറാഴ്ചയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. അറിയാമായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടാവുന്നു, പക്ഷേ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും തിരക്ക് കുറയുന്നു അങ്ങനെയായിട്ട് നിൽക്കുക. പിന്നെ നമ്മൾ സമയം കളഞ്ഞില്ല കേട്ടോ, വേഗം തന്നെ ഉള്ളിൽ കയറി തൊഴുത്. നമ്മൾ തൊഴുതിറങ്ങിയപ്പോഴാണ് ചേട്ടൻ്റെ ഫ്രണ്ടും വൈഫും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരും കയറി തൊഴുത ശേഷം നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് പോയി. ഫുഡ് അടിക്കുന്നിടത്തും അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ട്. ഞങ്ങൾക്കൊരു സെക്കൻഡ് ട്രിപ്പിലൊക്കെയാണ് കേട്ടോ കിട്ടിയത്. ചോറിലേക്ക് സാമ്പാർ, ക്യാബേജ് ഉപ്പേരി, പപ്പടം, ഇഞ്ചും പുളി, അച്ചാറൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചോറുണ്ടു, ഞങ്ങൾക്ക് ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഇറങ്ങിയപ്പോൾ കാണുന്ന ക്യൂ ആണിത്. നമ്മൾ നിന്നതിനെക്കാട്ടിയും കുറച്ച് കൂടുതൽ ക്യൂ ആയി ഇപ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇതിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പോവുക. അപ്പോൾ നമുക്കും ഫോട്ടോ എടുക്കണമല്ലോ, അങ്ങനെ എഴുതിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കുകയാണ്. എല്ലാവരും മാറി മാറി എടുക്കണ്ടിട്ടാ. ഇപ്പോഴും കണ്ടില്ലേ, തിരക്കാണ്, നല്ല തിരക്കാണ്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒപ്പം ഇവിടുന്ന് പോയോണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് പെരിങ്ങോട്ടുകരയ്ക്കാണ് കേട്ടോ. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ആ അമ്പലത്തേക്കാണ് പോയി. അമ്മായിയുടെ മോൾക്ക് അവിടേക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അവളുടെ ആഗ്രഹം നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. ഞങ്ങളും പോയിട്ടൊന്നുമില്ല. പിന്നെ ആവണങ്ങാട് നിന്ന് അങ്ങോട്ട് വലിയ ദൂരമില്ല കേട്ടോ, കുറച്ചുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് വണ്ടി നേരെ പെരിങ്ങോട്ടുകരയ്ക്ക് കിട്ടും. അവിടെ ഇപ്പോൾ കാല് നിലത്ത് കുത്താൻ പറ്റണില്ല, നല്ല ചൂട്. നമ്മൾ ചെരുപ്പ് കാറിൽ ഊരിയിട്ടാണ് ഞാൻ, കാരണം ഭയങ്കര ചൂടായിരുന്നു. ഉണ്ണിയോളിനൊക്കെ പിന്നെ നമ്മൾ എടുത്തേക്കായിരുന്നു. അപ്പോൾ ഇത് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ഗോൾഡ് കവറിങ്ങാണ്, പുറത്തും അകത്തൊക്കെ ഗോൾഡ്. അതുകൊണ്ട് അങ്ങനത്തെ ഗോൾഡ് കവറിങ് ആയിട്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് ഡാൻസ് സ്കൂളാണ്. ഇത്ര ആർട്സ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിത് വേറെ ഏതോ അമ്പലം വെച്ചിട്ട് അവിടെ പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇതുവരെ തന്നെ ഡാൻസ് സ്കൂളാണെന്ന്. അങ്ങനെ നമ്മൾ അവിടെ കയറി തൊഴുതു. ഉള്ളിലേക്ക് പോകണമല്ല, അവിടെ അല്ല, ഇത് ഉള്ളിൽ തന്നെ ഒരു സൈഡ് പോർഷനിൽ ഇങ്ങനെ ആനേനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറിജിനൽ ആനല്ല, ഉണ്ടാക്കി വെച്ച ആന. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തു. ഈ ചുമരമെന്നും കാണുന്നത് പെയിൻറ്റിങ് ഒന്നല്ല കേട്ടോ, കൊത്തുപണിയാന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ട് നടന്ന് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പിള്ളേരിനെ ഒന്ന് സെറ്റാക്കി നിർത്തിയതാണ്. ഇതാ കിടക്കണ രണ്ടും നിലത്ത്. ആ വീണ വീഴ്ചയിൽ തേജുവിൻ്റെ വായയിൽ നാവ് കടിച്ചിട്ടുണ്ടായിരുന്നു, ചോര വന്നു. അപ്പോൾ തേജു ഡ്രസ്സൊക്കെ ഊരിയിട്ടാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്ത് കാനാടിക്കാവ് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അങ്ങോട്ടും കൂടി പോകാൻ പറഞ്ഞു. ഇനി എന്തായാലും ഈ റൂട്ടിക്ക് ഇപ്പം അടുത്തൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ പോയത് കാനാടിക്കാവ് അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ കാനാടിക്കാവ് അമ്പലത്തിൽ പോയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, കുഴപ്പമില്ല, വേഗം തൊഴുതിറങ്ങാനൊക്കെ പറ്റി. നമ്മുടെ ആവണങ്ങാടത്തെ തിരക്കൊന്നും ഈ രണ്ടമ്പലത്തിലും തോന്നിയില്ല കേട്ടോ. ആവണങ്ങാട് ഭയങ്കര തിരക്കായിരുന്നു, വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ അവിടുന്ന് വേഗം തൊഴുതിറങ്ങിയിട്ടാ, തിരക്കൊന്നും ഇല്ലാത്ത കാരണം വേഗം തന്നെ തൊഴാനായിട്ട് പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഹൗസിലേക്ക് പോയി. അവിടെ പോയി സാരിയൊക്കെ മാറ്റി. ഈ സാരി എടുത്തിട്ടൊന്നും ബീച്ചിൽ പോകാൻ എളുപ്പമല്ലല്ലോ, അപ്പോൾ നമ്മൾ വേറെ ഡ്രസ്സൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയത്. നമ്മൾ പോയ ബീച്ചിൻ്റെ പേര് ഓഹോ ബീച്ച് എന്നാണ് കേട്ടോ. അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ തളിക്കുളം സൈഡാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ നല്ല തിരക്കുണ്ടായി. ഞായറാഴ്ചയാണല്ലോ, വണ്ടികളൊക്കെ പാർക്ക് ചെയ്യണ കണ്ടപ്പോഴേ മനസ്സിലായി നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ബീച്ചിലേക്ക് മെല്ലെ നടന്ന് പോകുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം നല്ല നീറ്റുള്ള ബീച്ചാണ്. ഇവിടെ സൈഡിലായിട്ട് ഒരു തോട് പോലെ ഉണ്ട്. അപ്പോൾ മുന്നൊക്കെ ഈ വെള്ളത്തിൽ നമ്മൾ കടലിൽ കളിച്ച് വന്നിട്ട് ഈ വെള്ളത്തിൽ നമുക്ക് മുങ്ങിയിട്ട് പോവാത്രേ. അപ്പോൾ അത്യാവശ്യം മണ്ണൊക്കെ പോയി ഫ്രഷായിട്ട് പോകാൻ പറ്റുന്നു. പക്ഷെ ഇപ്പോൾ വേനലായ വെയിലുള്ള കാരണേ അവിടുത്തെ വെള്ളമൊക്കെ വറ്റിയേക്കണ്. ഇപ്പോൾ ഉള്ള വെള്ളം അത്ര നല്ല വെള്ളമല്ല. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ അതുണ്ടായിരുന്നില്ല. എന്നാലും ബീച്ചിൽ അടിച്ച് പൊളിച്ചു കേട്ടോ. തേജും തനും സെക്കൻഡ് ടൈമാണ് ബീച്ചിൽ പോകുന്നത്. അപ്പോൾ മുന്നേ പോയത് ഇപ്പോൾ ഒരു 6 മാസമൊക്കെ ആയിട്ടുണ്ടാവും.
അപ്പോൾ അവർക്ക് അത്രയ്ക്ക് വലിയ അന്ന് അവർ വെള്ളത്തേക്ക് അധികം അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇന്ന് പോയപ്പോൾ ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൈവിട്ട് ഇറങ്ങലായി. തേജൊക്കെ നമ്മൾ ജസ്റ്റ് ഇവിടെ നിർത്തുമ്പോഴേക്കും സൈഡിൽ കൂടെ ഓടിപ്പോയി തുടങ്ങി. ആദ്യമൊക്കെ ജസ്റ്റ് കാല് മാത്രം നനച്ചിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും അവരെ മൊത്തത്തിൽ നനഞ്ഞോട്ടെ കളിച്ചോട്ടെ എന്നുള്ള മൈൻഡിൽ തന്നെയായിരുന്നു. കാരണം ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അവസരമാണ്. കുഞ്ഞുണ്ണികളാണ്, പക്ഷേ എന്നാലും അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിള്ളേർ മാത്രമല്ല കേട്ടോ എൻജോയ് ചെയ്തത്. എനിക്കായാലും മനുവേട്ടനായാലും ബീച്ചൊക്കെ നല്ല ഇഷ്ടമാണ്. മനുവേട്ടന് ഇതുപോലെ ബീച്ചിൽ പോയാൽ നനയാനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ എനിക്കും നല്ല ഇഷ്ടമാണ്. നമ്മൾ പിന്നെ ഡ്രസ്സ് നനയുമല്ലോ എന്ന് പേടിച്ചിട്ട് വലിയ കാര്യമായിട്ടാവില്ല. ഇത് പക്ഷേ അത്യാവശ്യം നനഞ്ഞ് കുളിച്ചിട്ടുണ്ട് എല്ലാവരും. ചേട്ടനൊക്കെ ഫുള്ള് നനഞ്ഞിട്ടായിരുന്നു, പിള്ളേരും അതെ. അങ്ങനെ ബീച്ചിൽ നല്ല ആർമാദിച്ചൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ ഉണ്ണിയോളുടെ പേരും എൻ്റെ പേരും ചേട്ടൻ്റെ പേരൊക്കെ എഴുതി. അതപ്പോഴേക്കും തിര വന്ന് മായ്ച്ച് പോകുന്നുണ്ട്. പിന്നെ ചേട്ടൻ പിള്ളേരെ ഒന്ന് ഒതുക്കിയിരുത്താൻ വേണ്ടിയിട്ട് മണ്ണിലൊക്കെ അവരെ കൊണ്ട് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറേ വീടും എന്താ കുഴി ഉണ്ടാക്കിയിട്ടും അങ്ങനെയൊക്കെ കളിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പിള്ളേർ ഈ മണ്ണൊക്കെ എടുത്ത് മേലിക്കൊക്കെ എറിയുന്നുണ്ട് കേട്ടോ. അവരുടെ തലയിലൊക്കെ നിറച്ച് മണ്ണാണ്, ചേട്ടൻ്റെ തലയ്ക്ക് എറിയുന്നുണ്ട്. അപ്പുറത്ത് അവരും ഇതുപോലെ എന്തോ തിണ്ടൊക്കെ കെട്ടിയിട്ട് അവിടെ വെള്ളം വരുമോ എന്നൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടിനും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് നമ്മളും ഉണ്ണിയോളിനായിട്ട് കടലേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഉണ്ണിയോളനെ കൈ പിടിച്ച് നടത്തിക്കുകയൊക്കെ ചെയ്തിട്ടാ. അപ്പോൾ ഇതേ നമ്മുടെ ഇപ്പോൾ ഈ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കുട്ടികൾ പറയുന്നുണ്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടാളും കൈ പിടിച്ച് പോണതേ കാണുമ്പോൾ എല്ലാവർക്കും നല്ല ക്യൂട്ടായിട്ടാണല്ലോ തോന്നുക. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തനുമോളെ ചേട്ടൻ എന്ത് ചെയ്തു, ചേട്ടൻ്റെ കാല് മൂടാൻ പറഞ്ഞു മണ്ണിട്ടിട്ട്. അങ്ങനെ കാണിച്ചു കൊടുത്തതാണ്. തനുമോൾ എന്താ കരുതിയെന്നാണോ, തനുമോൾ ഇപ്പോൾ ഫേഷ്യൽ സ്ക്രബൊക്കെ തോന്നും, ബോഡി സ്ക്രബായിട്ടാണ് തോന്നുന്നത് ഇത് യൂസ് ചെയ്യണേ. മണ്ണിലാകെ കുളിച്ചിട്ടുണ്ട് കുട്ടി, മഡ് ബാത്തൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന പോലെ. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവരെ മേലൊക്കെ കഴുകിയെടുക്കാനായിട്ട് ഒരു റൂം പോലെ ഉണ്ട്, ബാത്റൂം പോലെ ഉണ്ട്, അവിടേക്ക് പോയിട്ടാണ്. അത് കഴിഞ്ഞ് അടുത്ത് നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടിയാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഫുഡ് അടിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ്റെ ഫ്രണ്ടും വൈഫും അവർ സ്ഥിരം പോകാറുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അത്രേ, ആമീസ് റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്. വാടാനപ്പള്ളിയാണ് തോന്നുന്നു. ഐ ലവ് വാടാനപ്പള്ളി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടാ. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഫുഡ് അടിക്കാൻ കയറി. അപ്പോൾ അവിടെ ഷവായി മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇപ്പം ഞങ്ങൾ 2 തവണയായിട്ട് ഷവായി മന്തിയിലാണ് പിടിച്ചേക്കുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അന്നത്തെ ഷവായി മന്തി കുറച്ച് സ്പൈസി ആയിരുന്നു. ഇപ്രാവശ്യത്തെ ഷവായി മന്തി അത്രയ്ക്ക് സ്പൈസി ഒന്നുമില്ല. അന്ന് നമ്മൾ ഓവൻ ഷവായി കേട്ടോ കഴിച്ചത്. ഇത് പിള്ളേർക്കൊക്കെ നോർമലായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. അന്ന് നമ്മുടെ പിള്ളേരൊന്നും അധികം കഴിച്ചില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് അമ്മയുടെ മോളുടെ ഉണ്ണിക്ക് നമ്മൾ ഐസ്ക്രീം വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ഉറങ്ങിപ്പോയി. ഞങ്ങളപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് അവന് സൈൻ ലബാൻ വാങ്ങിക്കൊടുക്കാം. ഞങ്ങൾ ഗുരുവായൂർ എത്തിയപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ 3 കിലോമീറ്റർ അങ്ങോട്ട് ഉള്ളൂ സൈൻ ലബാൻ്റെ വഴിക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൈൻ ലബാനിൽ പോയി. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ സൈൻ ലബാനിൽ പോയിട്ട് ഈ സംഭവം കഴിക്കണമെന്ന്. പേരെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ മനുവേട്ടന് ഇടയ്ക്കിടയ്ക്ക് റീൽസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ മനുവേട്ടനെ അറിയാം എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്, ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. പോയി കിടിലൻ സാധനമാണ്. മനുവേട്ടൻ പറയുമ്പോൾ അധികം ചോക്ലേറ്റ് ലവറോ അങ്ങനെ സ്വീറ്റൊന്നും ഓവറായിട്ട് ഇഷ്ടപ്പെടുന്ന ആളെ കഴിക്കും, അങ്ങനത്തെ ടൈപ്പാണ്. പക്ഷെ മനുവേട്ടന് വരെ സംഭവം നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു, എനിക്കും നല്ല ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.